അപ്പോൾ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നതിൽ ജാതിയുണ്ട്, മതമുണ്ട്, പിന്നെ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ജനാധിപത്യം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജനാധിപത്യത്തിൻ്റെ പരിമിതി ഇതാണ്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം ഇല്ല. 5 കൊല്ലത്തിനൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തോറ്റ പാർട്ടി ജയിച്ച പാർട്ടിക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നുണ്ട്. സുപ്രീം കോടതി ഉണ്ട്, ഹൈക്കോടതികളുണ്ട്, എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, മൗലികാവകാശങ്ങളുണ്ട്, മനസാക്ഷി സ്വാതന്ത്ര്യമുണ്ട്, മറ്റ് പലതും. ആളുകൾക്ക് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താനോ ശരിയായ രീതിയിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനോ കഴിയുന്നില്ല. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ജാതിയുടെ അടിസ്ഥാനത്തിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഒന്നുകിൽ നായരായിരിക്കണം, അല്ലെങ്കിൽ നാടാരായിരിക്കണം. ആറ്റിങ്ങലാണെങ്കിൽ നമുക്ക് ഈഴവനല്ലാത്ത ഒരാളെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. കൊല്ലം നായർ സംവരണ മണ്ഡലമാണ്. 2 പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നായന്മാർ മാത്രമായിരിക്കും. കോട്ടയത്താണെങ്കിൽ ക്രിസ്ത്യാനിയായിരിക്കും, എറണാകുളത്താണെങ്കിൽ ക്രിസ്ത്യാനിയായ പോലെ ലത്തീൻ ക്രിസ്ത്യാനിയായിരിക്കണം. ഇത് ഒരു മണ്ഡലത്തിൻ്റെ മാത്രം കാര്യമല്ല. മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ കളം തിരിച്ച് വച്ചിരിക്കുക. അപ്പോൾ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നതിൽ ജാതിയുണ്ട്, മതമുണ്ട്, പിന്നെ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പിന്നെ ജനാധിപത്യത്തിന് എന്താ അർത്ഥമുള്ളത്?